പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഒരു 6:30, 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ചില പരീക്ഷകൾക്ക് മാറ്റമുണ്ട്, ചില തീരുമാനങ്ങൾക്കും മാറ്റമുണ്ട്. അപ്പൊ ശ്രദ്ധിക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് നോക്കാം. അർഹതാ നിർണയ പരീക്ഷാ തീയതികളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ 2022 മെയ് 11 നടത്താൻ നിശ്ചയിച്ചിരുന്ന ലാബ് അറ്റൻഡർ കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ 1/2021 അർഹതാ നിർണയ പരീക്ഷകൾ 2022 മെയ് 20 മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാബ് അറ്റൻഡർ പരീക്ഷകളുടെ അർഹതാ നിർണയ പരീക്ഷകളുടെ മാറ്റമുണ്ട്. അത് നിലവിലെ മെയ് 20 നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വകുപ്പ് തല പരീക്ഷാ തീയതികളിൽ മാറ്റം വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. പബ്ലിക് സർവീസ് കമ്മീഷനിലെ വകുപ്പ് തല പരീക്ഷാ തീയതികൾ ജനുവരി 2022 ഭാഗമായിട്ട് നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ നിലവിൽ ഇപ്പോൾ നടത്താൻ പോകുന്നത് 2022 മെയ് 13 ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. ഇത് നമ്മുടെ ലാംഗ്വേജ് ടീച്ചറാണ്. തമിഴിൽ നിന്നും മലയാളത്തിലേക്ക് വരുന്ന പേപ്പർ കോഡൊക്കെ കണ്ടല്ലോ. ഇത് നമ്മുടെ ലാംഗ്വേജ് ടീച്ചർമാരുടെ പരീക്ഷകളിലെ മാറ്റത്തിന്റെ കാര്യമാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഭിമുഖത്തിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് പറയുന്നത് വ്യാവസായിക പരിശീലന വകുപ്പിലേക്കുള്ള ജൂനിയർ ഇൻസ്പെക്ടർ മെക്കാനിക്കൽ ഡീസൽ ആ ഒരു കാറ്റഗറി നമ്പറിലേക്കുള്ളത് ആ പരീക്ഷകളുടെ അഭിമുഖം മെയ് 11, 12, 13 തീയതികളിൽ PSC ഓഫീസിൽ വെച്ച് നടത്താൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ SMS സെലക്ഷൻ ലഭിച്ചവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലുള്ള നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി സീനിയറിലേക്കുള്ള പട്ടിക വർഗ വിഭാഗത്തിലേക്കുള്ളവരുടെ എന്താണ് അഭിമുഖം നടത്താനായിട്ട് പോകുന്നത് മെയ് 18 രാവിലെ 8:30 മണിക്കാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് കേരള കരകൗശല വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സ്റ്റോർ മാനേജർ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ. അപ്പൊ ഈ തസ്തികകളിലേക്കുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ ഇതിന്റെ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് മെയ് 18 രാവിലെ 10:30 PSC ഓഫീസിൽ വെച്ച് നടത്തും എന്ന് പറയുന്നുണ്ട്. അഭിമുഖത്തിന് ഹാജരാകുന്നതിന് എന്ത് ചെയ്യുക, വെബ്സൈറ്റിൽ നിന്ന് കോവിഡിന്റെ ചോദ്യാവലി ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ചുകൊണ്ട് വരണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഴുത്ത് പരീക്ഷകൾ നടത്താൻ പോകുന്നത് കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്കുള്ള നമ്മുടെ നിയമ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് കന്നഡ ട്രാൻസ്ലേറ്റർ ഗ്രേഡ് 2. അപ്പോൾ അതിന്റെ അതിന്റെ എഴുത്ത് പരീക്ഷകൾ നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അത് മെയ് 17 ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ വൈകുന്നേരം 4 വരെയാണ് ഈ എഴുത്ത് പരീക്ഷ നടത്താനായിട്ട് പോകുന്നത്. അപ്പൊ അവരുടെ അഡ്മിഷൻ ടിക്കറ്റ്സ് നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, വീഡിയോസ് വരുന്നുണ്ടെന്ന കാര്യത്തിൽ ഉറപ്പുവെക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് കൂടുന്നതിനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.